ഇപ്പൊ സഹായിച്ചേട്ടൻ രേണു ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി രേണു ചേച്ചിനെ സഹായിച്ചെന്നുള്ള ന്യൂസ് കേട്ടു. എനിക്ക് എന്തെങ്കിലും ഒരു നന്മ അതിനുള്ള സീനല്ല, അത് ഞാൻ ആദ്യം പറയുന്നു. എന്റെ സമാധാനത്തിന് കാരണം എനിക്ക് നാളെ ഈ ക്രിട്ടിക്കൽ രോഗമായിട്ട് നിൽക്കുന്ന ഒരാളെ ഞാൻ രാവിലെ വിളിച്ചാലോ പെട്ടെന്ന് ഒരു സാഹചര്യത്തിലോ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ എനിക്ക് ഇതിന്റെ മനസ്സിലാവും. ഞാനത് എന്റെ മൈൻഡ് ഭയങ്കര ഹോട്ട് ചെയ്തു. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള ഒരാളെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് ഞാൻ മാറി സിജോണ്ടായിരുന്നു സംസാരിച്ച് അവരെ ആശ്വസിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് ലിറ്ററലി അവിടെ കൂടി എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം ഒരു ഐഡിയ. നാളത് ആർക്ക് അവസ്ഥ നെഞ്ച് തൊട്ട് പറയാം. 48 വീഡിയോ രേണുവിനെ കുറ്റപ്പെടുത്തിയിട്ടല്ല ചേട്ടൻ, ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ പിന്നെ രേണുവിനെ എതിരെ പറയേണ്ടതുണ്ടെങ്കിൽ രേണു എന്ന് പറഞ്ഞുള്ള ആ ഒരു ഹ്യൂമൻ ബീങ്ങിനെതിരെയല്ല അവർ ചെയ്ത സിറ്റുവേഷൻ നമ്മൾ ചെയ്യുന്നത് ആരും അറിയണം. ഇരു കൈ അറിയരുത് എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അങ്ങനെയാണ്. ചില കാര്യങ്ങൾ അറിയിച്ച് തന്നെ ചെയ്യും. ആർക്കെങ്കിലും ഇതേപോലെ രേണുവിന്റെ കണ്ടന്റ് ചെയ്യും. അപ്പോ രേണു അതാണിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അലിഗേഷനും അതിൻ്റെ സിറ്റുവേഷൻ. പിന്നെ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ സായി, അത് BB കണ്ടന്റാണ്, രേണുവും BB കണ്ടന്റാണ്. പക്ഷെ ആ കണ്ടന്റിനെ കുറിച്ചോ അതിനെക്കുറിച്ചോ ഒന്നും പറയാനൊന്നല്ല. ഇവരെക്കുറിച്ചുള്ള ഇപ്പോഴുള്ള അലിഗേഷൻസിനെ കുറിച്ച് നമുക്ക് പറയണമെന്ന്. എലിഗേഷൻസ് അല്ല, ഒരു ഊക്ക് അല്ലെങ്കിൽ ഒരു ട്രോൾ, ഒരു വിഷയം. അതായത് ഇവരാണിപ്പോൾ വിഷയമായിരിക്കുന്നത്. അപ്പോൾ ആ വിഷയമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ സീക്രട്ട് പറഞ്ഞു ഇത് എനിക്ക് പേര് ചാർത്തിത്തരാനോ എനിക്ക് നാളെ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ എനിക്കൊന്നും നമ്മുടെ പേരിന് ഒരു പേരുദോഷം വരരുത് എന്ന് വിചാരിച്ചാണ് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അത് ശരിയാണ്. നമുക്ക് മറ്റൊരാൾക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ആരോടും ചോദിച്ചുകൊണ്ടൊന്നും ആരുടെ അനുവാദം കിട്ടിക്കൊണ്ടൊന്നും നമുക്ക് സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ വ്യക്തിയെ നമുക്കറിയാം, ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ഇദ്ദേഹത്തിൻ്റെ യൂട്യൂബൊക്കെ കണ്ടാണ് നമ്മളും യൂട്യൂബ് ആരംഭിച്ചത്. ഇപ്പം നമ്മൾ യൂട്യൂബ് ബിഗിനേഴ്സ് അല്ല, നമ്മൾ കുറേ കാലമായി യൂട്യൂബിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏണിങ്സ് ഒന്നും കിട്ടുന്നില്ലെങ്കിലും യൂട്യൂബിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഇപ്പോൾ അത്യാവശ്യം ഷോർട്ട് ഫിലിം വർക്കൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പം അതിലൊരു ബിഗിനേഴ്സും കൂടിയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്കിത് ഒരു ചർച്ചയാണ് എന്ന് തോന്നി എന്ന ഒരു വിഷയത്തിൽ വരാമെന്ന് കരുതി. എനിക്ക് 3-4 ചാനലുണ്ട്. ഓരോ കാര്യത്തിലും ഓരോ ചാനൽ വെച്ചാണ് നമ്മൾ സബ്ജക്റ്റ്, ഒരു ചാനൽ തന്നെ എല്ലാം പറയാറില്ല. അതുകൊണ്ട് ബിഗ് ബോസിന് വേറൊരു ചാനൽ, സിനിമ മൂവികൾക്ക് വേറെ ചാനൽ, ചർച്ചകൾക്ക് വേറെ ചാനൽ, അങ്ങനെ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം വന്ന നമ്മുടെ ബ്ലോഗാണ്. അപ്പോൾ ഇവിടെ സീക്രട്ട് ഏജന്റ് രേണു സൂദിയുടെ വീട്ടിൽ പോയി ഇത്ര രൂപ കൊടുത്തു, രൂപയുടെ കണക്കോ ഒന്നും നമ്മൾ പറയാൻ പാടില്ല. അത് ഹേർട്ടാവും. അപ്പോൾ അത് കേട്ടിട്ടുണ്ടെങ്കിലും അത് കേൾക്കാതെ വാതിരിക്കുക. അവർ എന്തു കൊടുത്തോ എത്ര കൊടുത്തോ എന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. പിന്നെ അത് സഹായിച്ചതിനെ കുറ്റപ്പെടുത്തുന്നതും വളരെ നല്ല ഒരു കാര്യം. ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അത് അവർ പറഞ്ഞത് ശരിയാണ്. ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ പറ്റില്ല. ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്കൊരു പെട്ടെന്നൊരു സിറ്റുവേഷൻ അനുസരിച്ച് ഒരാളെ സഹായിക്കാൻ കഴിയില്ല. അത് ഏതൊരു മനുഷ്യനായാലും പറയുമ്പോൾ പറയാമെന്നല്ലാതെ ആ സമയത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു കടുത്തതാണെങ്കിൽ ആ സമയത്ത് ഒരു നടിയായാലും ഒരു സാധാരണക്കാരനായാലും അവനെ ഹെൽപ്പ് ചെയ്യാൻ മനുഷ്യന്റെ രൂപത്തിൽ കഴിയില്ല. അത് നടന്നു കഴിഞ്ഞാൽ ഞാനത് സഹായിച്ചേനെ എന്നൊരു വാക്കേ വരൂ. അവിടെ നമ്മൾ സഹായിക്കും എന്നൊരു വാക്കിന് പ്രയോഗത്തിന് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ബ്ലോഗേഴ്സും സംസാരിക്കുമ്പോൾ ഒരു ലിമിറ്റില്ലാതെ സംസാരിക്കരുത്. കാരണം എടുത്തു ചാടി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ക്രിട്ടിക്കലായ ഒരു പേഷ്യൻ്റായ രേണു സൂദി നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? തിരിച്ചെടുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പറയരുത്, എന്ത് വിഷയത്തിലായി. കാരണം ഞാൻ പറയുന്നത് ഇതിൽ ആരെയും ന്യായീകരിക്കാനൊന്നുമല്ല, സിറ്റുവേഷനെ വെളുപ്പിക്കാനുമല്ല. കാരണം ഇത്
ഒരു വാക്കാൽ പ്രശ്നമാണ്. എല്ലാ വ്ളോഗേഴ്സിനെയും ഇപ്പോൾ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്നതും സോഷ്യൽ മീഡിയയെ ഒരു വായക്കാലി എന്ന് പറയുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഈ വാക്കുകൾ കൊണ്ടുള്ള ഉച്ചാരണ രീതിയുടെ തെറ്റിദ്ധാരണയാണ്. ഇപ്പോൾ നമ്മൾ അവർക്ക് ഒരുപാട് പണവും സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഇൻഫ്ലുവൻസ് തുകയിൽ നിന്നുമൊക്കെ ഒരുപാട് പേയ്മെൻ്റ് ഒക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷെ അതും നമുക്കൊരു ഹോസ്പിറ്റൽ പേയ്മെൻറ്റിന് ചിലവാകുമ്പോൾ ആ പേയ്മെൻറ്റും നമ്മുടെ കൈകളിൽ നിന്ന് ചിലവായി പോവാം. അപ്പോൾ എത്ര ലക്ഷം കിട്ടുന്നുണ്ടോ അവർക്ക് എത്ര പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടോ എത്ര സാലറി കിട്ടുന്നുണ്ടെന്ന് നിശ്ചയിച്ചിട്ടല്ല ഒരു വ്യക്തി മറ്റുള്ളവരെ സഹായിക്കുന്നതും പരിചരിക്കുന്നതും ഒക്കെ. അവനവൻ്റെ മനസ്സിന് വേണ്ടിയും നാളെ അതിന് വലിയൊരു ഗുണമേന്മയ്ക്കും വേണ്ടിയാണ് പരസ്പരം സഹായിക്കുന്നത് എന്നത് വലിയൊരു സത്യം. ഇവിടെ സീക്രട്ട് ഏജന്റ് അത് പൊതുസമൂഹത്ത് വന്ന് പറയേണ്ട ആവശ്യവുമില്ല. തൻ്റെ മനസ്സിലിരുന്നു കൊണ്ട് തന്നെ അത് സഹായിക്കുകയും ചെയ്യാം. അത് പറയേണ്ടതുമില്ല എന്നാണ് എൻ്റെ നിലപാട്. കാരണം നിഷ്പക്ഷ നിലപാടിലൂടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ആർക്കും ആരോടും ഒരു ഉത്തരവാദിത്തമോ ഒരു റെസ്പോൺസിബിലിറ്റിയോ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. ഇവിടെ മനുഷ്യനെ തന്നെ കെയറിങ് ചെയ്യാൻ താല്പര്യമില്ലാത്ത കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരോടും ആർക്കും ഒരു ബാധ്യതയുമില്ല. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സിറ്റുവേഷൻ. ഇപ്പം മയക്കുമരുന്ന് കേസ്, കള്ള് നിർത്തിവെക്കുന്ന കേസ്, അങ്ങനെയുള്ള ചട്ടങ്ങളുള്ള നിലപാടുകളിലാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നതെങ്കിൽ അതിൽ വേരോടി നാട്ടുകാർ അവിടെ ചെല്ലും. അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ, ഒരു മനുഷ്യന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇതിനൊന്നും പ്രയോജനപ്പെടുത്തുന്നവനല്ല മനുഷ്യൻ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എല്ലാ കാര്യത്തിനും ഇങ്ങനെ റിയാക്ട്. ഇപ്പോൾ ഈ സായി പറഞ്ഞ കാര്യത്തിന് റിയാക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. കാരണം ചിലർ പറയുന്ന കാര്യങ്ങളിൽ വ്യത്യസ്തമായ വാക്കുകളാണ്. നമ്മുടെ വാക്കുകളിലെ വേർഡ്സുകൾക്ക് നമുക്ക് തെറ്റുപറ്റാം. ആ വേർഡ്സുകൾ എന്തുകൊണ്ട് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നു? അപ്പോൾ രേണുസുതി എന്ന് പറയുന്ന ഒരു പേഷ്യൻറ്റിനെ അത് മുറിവേൽപ്പിക്കും, വ്യക്തിയെ മുറിവേൽക്കും. അവർക്കൊരു ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്നൊരു സിറ്റുവേഷനിലാണെങ്കിൽ അവരെ ഒരിക്കലും വാക്കുകൾ കൊണ്ടോ മനസ്സുകൊണ്ടോ നമ്മൾ നോവിക്കാൻ പാടില്ല. കാരണം അത് ഒരു യഥാർത്ഥ ഹ്യൂമന് ചേർന്ന സംഭവമല്ല. അപ്പോൾ ഒരു ഹ്യൂമന്, അപ്പോൾ രേണുസുതി എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലായി എന്ന് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അത് അവരുടെ വിവരക്കേട് കൊണ്ട് തന്നെയാണ്. പിന്നെ അവൻ്റെ മക്കളെ കാര്യങ്ങളും ഒക്കെ പബ്ലിക്കിൽ വന്ന് ഡിസ്കസ് ചെയ്യണ ആവശ്യമില്ല എന്ന് തോന്നുന്നു. ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തന്നെ പോകണം. പരസ്പരമായുള്ള എല്ലാ മീഡിയ അറിഞ്ഞുകൊണ്ട്, മീഡിയ എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി അറിയണമല്ലോ. മീഡിയയിലൂടെ സൊസൈറ്റി അറിയേണ്ട കാര്യങ്ങൾ അറിയും വേണം. ഒരു സംഘടനാപരമായ കാര്യങ്ങളെല്ലാം മീഡിയ വെച്ച് തന്നെ കവർ ചെയ്യണം. അല്ലാതെ മീഡിയ പിന്നെ ഒരു ഇല്ലാതായി ഈ ലോകത്ത് മീഡിയ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇല്ലാതെ ജീവിക്കണമെന്നൊക്കെ പറയുന്ന സൊസൈറ്റിയോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ വാർത്താ ചാനലുകളിൽ ഇല്ലാതാവണം, വാർത്തകളൊന്നും പബ്ലിഷ് ചെയ്യപ്പെടാൻ പാടില്ല, അങ്ങനെയുള്ള സിറ്റുവേഷനെ കുറിച്ചൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സോഷ്യൽ മീഡിയ ഇന്ന് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ തലയിടാതെ ആവശ്യമുള്ള കാര്യങ്ങളും നമുക്ക് വേണ്ട കാര്യങ്ങളിലും മാത്രം റെസ്പോൺസ് ചെയ്യുക. അപ്പോൾ അതിന് മാത്രം നമുക്ക് റീച്ച് കിട്ടിയാലും മതി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും സീക്രട്ട് ഏജന്റ് പറഞ്ഞു. സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് തന്നെയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളെ വീഡിയോ കാണുമെന്ന് തന്നെയാണ്. അപ്പോൾ അതൊക്കെ സീക്രട്ട് ഏജന്റ് പറയുന്നത് ശരിയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അതൊക്കെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന മാത്രം ഒരു പ്രൊവോക്കിംഗ് ആയ കാര്യങ്ങൾ. അപ്പോൾ രേണുസുതിയെ പ്രൊവോക്ക് ചെയ്യുന്നതും രേണുസുതിയെ സ്നേഹിക്കാത്തതും ഒന്നും പ്രേക്ഷകരായതും ഈ വീഡിയോ എടുക്കുന്ന നമ്മുടേതുമായ വിഷയമാവുന്നില്ല. അവർ മറ്റൊരാളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി പറയുമ്പോഴും നമ്മൾ അവരെ നോവിക്കാതെ പറയാൻ പറ്റണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
കാരണം അവർക്ക് ഇപ്പോൾ ഹൃദയപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ നാളെ മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടി നമുക്ക് ഒന്നും ചെയ്തു കൊടുക്കാൻ കഴിയില്ല. നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് ആകെ നല്ല വാക്കുകളാണ്. ആ വാക്കുകളിൽ മാത്രം അവർ സന്തോഷിക്കുക എന്നല്ലാതെ അവരെ രക്ഷപ്പെടുത്താൻ നമ്മൾ ഈശ്വരനൊന്നുമല്ലല്ലോ. അപ്പോൾ ഈശ്വരന് കഴിയാത്ത പലതും, ഈശ്വരന് കഴിയുന്നത് പലതും നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ സമൂഹത്തിലെ എല്ലാ ജീവികളോടും പറയുക, നമ്മൾ സാക്ഷര കേരളം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഈ കേരളത്തിൽ സലീം കുമാർ പറഞ്ഞതുപോലെ സാക്ഷര കേരളത്തിനൊരു വിലയും ഇല്ലാതാകുന്ന, ഒരു വസ്തുതയില്ലാതാകുന്ന, നിലപാടില്ലാതെ മോഹൻലാലിനെ പോലുള്ള നല്ല നിഷ്കളങ്കരായ മനുഷ്യരായി ജീവിക്കാൻ ശ്രമിക്കും. പകപോക്കലും പക ഉണ്ടാക്കുന്നതും അതൊക്കെ ഈ തുഫാൻ വിഭാഗങ്ങളിൽ അടങ്ങിയത് തന്നെയാണ്. അതും ഒരു ലഹരി തന്നെയാണ്. അപ്പോൾ അതും നീക്കം ചെയ്യേണ്ട കാലഘട്ടം കഴിഞ്ഞു. ഒരു ബ്ലോക്ക് ഉണ്ടായാൽ, ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാൽ ആ ബ്ലോക്ക് നീക്കം ചെയ്യാൻ എന്താണ് ഇവിടെ നിജസ്ഥിതി എന്ന് ചിന്തിക്കുന്ന നിലപാടുള്ള വ്യക്തികളുണ്ടോ ഇവിടെ? ഇല്ല. അപ്പോൾ ഒരു സീക്രട്ട് ഏജന്റ് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നിലപാടില്ലാത്ത യുദ്ധത്തിന് ഇറങ്ങുകയാണ് പല സോഷ്യൽ മീഡിയ. നിലപാടുള്ളതിനൊക്കെ ഇറങ്ങും. ഇപ്പം സമസംഘടനയിൽ ചെയ്യിക്കുന്ന തെറ്റിദ്ധാരണ, അവർ ചെയ്തിരിക്കുന്ന പോക്കൃത്തങ്ങൾ, അതൊക്കെ അപ്പോൾ ടിനി ടോം ചെയ്ത പൊട്ടത്തരങ്ങൾ, അവരുടെ മകൻ ചെയ്യുന്ന തെറ്റിദ്ധാരണകളൊക്കെ യൂട്യൂബുകാർ കാണുന്ന കാഴ്ചകൾ, അതൊക്കെ മീഡിയയിലൂടെ തന്നെ റിപ്പോർട്ട് ചെയ്യണം. അത് മറ്റുള്ള ചാനലുകളിൽ ഏത് ചാനലിലായാലും അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. റിപ്പോർട്ട് ചെയ്യേണ്ടതും അലിഗേഷൻ ചെയ്യേണ്ടതും പോളിസിക്ക്, യൂട്യൂബ് എന്ന പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരാൻ പാടില്ല. യൂട്യൂബ് നിലനിന്ന് പോയിട്ട് തന്നെ ഇതൊക്കെ ചർച്ചയുണ്ടാവണം. യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നഷ്ടപ്പെടരുത്. കാരണം സാധാരണക്കാർക്ക് ജീവിക്കണം. അവർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളൊരു അരി കിട്ടുന്നൊരു വിഭാഗമാണ്. അപ്പോൾ നമുക്കൊക്കെ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കണ്ടന്റ് ഉപയോഗിക്കുന്ന കണ്ടന്റ് നമുക്ക് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ അത് വലിച്ചെറിയേണ്ടി വരും. അത് നമ്മുടെ പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു മാർക്കറ്റിൽ ഇന്ന് എടുത്തെറിഞ്ഞ ഒരുപാട് സാധനങ്ങളെക്കുറിച്ച് അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, ഞങ്ങൾ ഇത് എവിടെ കൊണ്ടുപോയി ഉപേക്ഷിക്കും, കണ്ടന്റ് വലിച്ചെറിയേണ്ട ആവശ്യമില്ല, അത് താനേ അങ്ങ് എറിഞ്ഞു പോയിക്കോളും. പക്ഷെ സാധാരണക്കാരൻ്റെ പ്രൊഡക്റ്റ് വലിച്ചെറിഞ്ഞാൽ അത് ദുഃഖമാണ്. അപ്പം ഓരോ വാക്കിനും ദുഃഖം ഉണ്ടാവുമെന്ന് പറയുക, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമ്മൾ മറ്റൊരാളെ എങ്ങനെ അലിഗേഷൻ വെച്ച് ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് തന്നെ അത് മുറിവേൽപ്പിക്കും എന്നതാണ് യഥാർത്ഥ സത്യം. ഞാൻ ആ സത്യം കണ്ടെത്തിക്കൊണ്ട് പറയുന്നൊന്നുമല്ല, ആ സത്യം അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ സീക്രട്ട് ഏജന്റ് പറയുന്നത് ഒരു ട്രോള് പോലത്തെ ഒരു ഊക്കലായാലും ആ ഊക്കലിൽ നമുക്ക് വേദനിക്കപ്പെടുന്ന ഒരവസ്ഥയും രേണുസുതിയുടെ മകൻ അനാഥത്വത്തിലേക്ക് തള്ളപ്പെടും. രണ്ടുപേരും അനാഥരാകുകയാണ്. രേണുസുതി ഇല്ലാതാകുന്നതോടെ രണ്ടുപേരും അനാഥ തന്നെയാണ്. ഇല്ല എന്ന് പറഞ്ഞാലും ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പം അത് ഒരിക്കലും അതൊന്നും നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് പകപോക്ക് അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. രേണുസൂതിയും മക്കളും അവരുടെ ജീവിതവും എങ്ങനെയെങ്കിലും കരകയറട്ടെ. ഞാനൊക്കെ എത്തിയുമാണ്, ഞങ്ങൾക്കൊക്കെ എന്ത് കിട്ടി? ഞങ്ങളൊക്കെ ഉപ്പയും ഇല്ലാതെ ഇവിടെ ഒരു വീട്ടിൽ കഴിയുന്നേ ഉള്ളൂ. ഒരു നേട്ടവും കിട്ടിയിട്ടില്ല, ഒന്നും ആരും നാം തന്നിട്ടില്ല. അതുപോലെ തന്നെയാണ് രേണുസൂതിയുടെ മകനും ജീവിക്കുന്നത്. ഉണ്ട് എന്ന് പറയും, ഒന്നും തരില്ല. അതാണ് ഈ സമൂഹം. ഈ സമൂഹത്തിൻ്റെ സത്യം അതാണ്. തട്ടിപ്പറിക്കാനല്ലാതെ കൊണ്ട് നടക്കാൻ ആർക്കും താല്പര്യമില്ല. അമ്മയായും മക്കളായാലും ഭാര്യയായാലും കൂടെ നടക്കുന്നവനായാലും കൂട്ടുകാരനായാലും തള്ളിക്കളയലാണ് ഇവിടെ. അതായത് കിച്ചുവിൻ്റെ കൂട്ടുകാരൊക്കെ കൂടെയെങ്കിലും ഉണ്ടാവുന്നു, കൂടെയെങ്കിലും നടക്കും. ഞങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള വിഭാഗക്കാർ ഇല്ല. അപ്പോൾ